കരയത്ത കൊച്ചാ. അപ്പോൾ ദൈവവിധിയല്ല ആ കുഞ്ഞ് കരഞ്ഞത്. അതുകൊണ്ട് തള്ള തിരിച്ചു നോക്കി കുഞ്ഞിനെ കിട്ടി. ഇല്ലെങ്കിൽ തള്ള വെള്ളം എടുത്തൊക്കെ പറഞ്ഞ വരുമ്പത്തിന് കാണൂ. കുഞ്ഞെന്തേന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിച്ച് നിലവിളിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾ കൊച്ചിനെ കാണിക്കും, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് പറയുന്നത് ഇതുകൊണ്ട് കാവി കയ്യിൽ കൊടുത്തിരുന്നത്, പിന്നെ തോർത്ത് തോളെ കൂടെ ഇട്ടിരുന്ന് ചുമന്ന ചരട് കൈ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സമാനമായ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ കേട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഓയൂർ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വിഷയമൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകളും ഇത്തരത്തിലുള്ള സംഭവങ്ങളും ഒക്കെ കൊണ്ട് ഈ പ്രദേശവാസികളാകെ വളരെയധികം ഭീതിയിലാണ്. ഏകദേശം 1:30 കാണും. കുഞ്ഞിനെ ഞാൻ ചോറ് കൊടുക്കുമായിരുന്നു. ആ സമയത്താണ് ഒരാൾ വന്ന് വെള്ളം ചോദിക്കുന്നത്. ഇച്ചിരി വെള്ളം തരുമെന്ന് ചോദിച്ചിട്ട് ഞാൻ കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് വെള്ളം എടുക്കാൻ പോയി. വെള്ളം എടുക്കുക അടുക്കള വരെ ചെന്നില്ല. അതിന് മുമ്പ് കുഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞ് വന്നു. അപ്പോൾ അയാൾ കുഞ്ഞിനെ തറയിച്ചിട്ട് എൻ്റെ കൊങ്ങി കയറി പിടിക്കുമായിരുന്നു. ഞാൻ ബഹളം വെച്ചപ്പോൾ അയാൾ ഇറങ്ങി ഓടി. പിന്നെ ഞാൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെള്ളോട്ട് പോകുമായിരുന്നു. അവിടെ ചെന്ന് വീണു. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോധം പോയി. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഒരു ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ കുത്തിയിട്ടതിന് ശേഷമാണ് ബോധം വന്നത്. ബഹളം കേട്ടോണ്ട് ആൾക്കാർ വന്നു. അയാളെ കാണാനില്ല. അതും അറിയത്തില്ല. ഞാൻ കുഞ്ഞിന് ചോറ് കൊടുക്കുമായിരുന്നു, കണ്ടില്ല. ഇല്ല, കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ല. മേളിൽ റബ്ബറിനകത്തിരുന്നതാണ്. ആയിരുന്നപ്പോഴാണ് ആളുകൾ അവിടെ നിന്നും കൊണ്ട് വേറൊരാൾ വിളിക്കുന്നു, ഓടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവർ ഓടിപ്പോയപ്പോൾ അവരെ കാണുന്നത് ഞാനും പുറകെ ഓടി വന്നു. എൻ്റെ കഴുത്തിന് ഒരാൾ പിടിച്ചു, കുഞ്ഞിനെ എടുത്തു, വെള്ളം ചോദിച്ചു. വെള്ളമൊന്നും കുടിച്ചില്ല. എന്നെ ഇതുപോലെ പറഞ്ഞു തീർന്നു. കൊച്ചിനങ്ങ് ബോധക്കേടായിട്ട് മയക്കമായിപ്പോയി. ഞാൻ ഒന്നും പറയുന്നില്ല ആരോടും. പിന്നെ ഞങ്ങൾ ഇവിടെ ഞാനും അവിടുന്ന് ഓടി വന്നപ്പോൾ തടി പോലും എടുത്തുകൊണ്ട് വന്ന് ഈ വണ്ടിയിലിട്ട് അടുവ് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ഇപ്പോൾ കുത്തിയിടുക ചെയ്തപ്പോഴാണ് കുഞ്ഞിന് ബോധം വീണ്. അന്നേരം പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുവരെ ഒന്നും പറഞ്ഞില്ലത്. ഇവർ നല്ല ഉണ്ടായൊരു സംഭവം. അതാണ് ഞങ്ങൾക്കെല്ലാം അങ്ങ് വിഷമം. ഇത് എങ്ങനെ സംഭവിച്ചു? അതോ 2 മണി സമയത്തൊക്കെ പകൽ അതിനൊക്കെ ആളും പേരും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉള്ളതാണ്. എന്നിട്ട് ഇത് സംഭവിച്ചല്ലോ എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ കൊണ്ടുപോവുകയല്ലേ. അപ്പോൾ മാലയല്ല നോട്ടം, കുഞ്ഞിനെയായിരുന്നു നോട്ടം. അതേ പറയാനൊക്കുന്നു ഞങ്ങൾ. ഈ കൊച്ചും പൊടിക്കൊച്ചും കൂടെ ഈ മേലെ വീട്ടിൽ ഇരുന്നിട്ട് 1 മണി കഴിഞ്ഞ് 2 മണിക്കാവും സംഭവം. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യ്, കുഞ്ഞിന് പോയി ചോറ് കൊടുക്ക്, ഞാൻ വരുന്നെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ആ കൊച്ചു ഇങ്ങോട്ടും വന്ന് ഇതിൻ്റെ അപ്പുറത്തൊരു വീട്ടിൽ അജിതയെന്ന് പറഞ്ഞൊരു കൊച്ചിൻ്റെ വീട്ടിലോട്ട് ഞാൻ പോയി അവിടെ ചെന്ന് അങ്ങോട്ട് ഇരുന്നെന്നറിഞ്ഞപ്പോഴാണ് ഈ ഞങ്ങൾ ഇരുന്ന വീട്ടിൽ കൊച്ചെന്നെ വിളിക്കുന്നു, ചേച്ചി ഇങ്ങോട്ട് ഓടി വാ ചേച്ചി എന്ന് പറഞ്ഞു. എന്നിട്ട് അതും പൊടിക്കുഞ്ഞിനെ കൊണ്ട് ഇരിക്കുന്നേ. ഞാൻ ഇവിടുന്ന് ഓടി അവിടെ ആ കൊച്ചിൻ്റെ അടുത്ത് വന്ന് ആ പകുതി അടുത്ത് വന്നപ്പോഴത്തേക്ക് ഈ കൊച്ച് അവിടെ അങ്ങ് വീഴുക. ഞാൻ ഓടി വന്ന് കുഞ്ഞിനെ ഇഞ്ഞ് പിടിച്ചു. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി മോളെ? അത് ചേച്ചി പിന്നെ ഒരാൾ വന്ന് എൻ്റെ കഴുത്തിന് പിടിച്ച് ചേച്ചി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റേ കൊച്ചിനെ വിളിച്ച് ഈ പൊടിക്കുഞ്ഞിനെ അവക്കളെ കൊടുത്തിട്ട് ആ തോട്ടത്തിൽ കൂടെ ഓടി ഈ റോഡിൽ താഴെ വരെ ചെന്ന് നോക്കി. അവിടെ ഒറ്റ മനുഷ്യരെയും കാണാനില്ല. ഈ ഭീതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ മനോജൻ്റെ വീട്ടിലെത്തുണ്ടായി. മനോജൻ്റെ വീട്ടിൽ ഇത്രയും സുരക്ഷയുള്ള ഒരു വീട്, ഈ ഭാഗത്തുള്ള അടുത്തുള്ള വീട് ഇത്രയും സുരക്ഷിതമായ ഒരു വീട് ഇതാണ്. ബാക്കിയുള്ള എല്ലാം കോളനി വീടാണ്, ഷെഡും തകര ഷീറ്റടിച്ച വീടാണ്. അവിടെ കാണുമായിരുന്നു നമ്മൾ ഒന്നും അറിയത്തില്ല. കാര്യം ഇവരെല്ലാം തൊഴിലുറപ്പിന് പോകുന്ന ഹരിജൻ കോളനിയാണിത്. ഈ പാവങ്ങളെല്ലാം കോളനിയിലുള്ള പലതും വീട്ടിൽ ഓമനയും തങ്കമ്മയും ഒക്കെ വിട്ടിട്ടുണ്ട്. ഇവരുടെ എല്ലാം വീട്ടിൽ കുഞ്ഞുങ്ങളെ ഇട്ടച്ചാൽ ഇവർ തൊഴിലുറപ്പിന് പോകുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വരാതെ ഇവിടെ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ അറിയാൻ പറ്റുന്നത് കുഞ്ഞ് നഷ്ടപ്പെടാതിരുന്നത്. അപ്പോൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഇത്തരം കാര്യങ്ങൾക്കുള്ള ശാശ്വതമായ ഒരു പരിഹാരത്തിനും അവരുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾക്കും വേണ്ടിയിട്ട് ഈ നാട് കാത്തിരിക്കുകയാണ്. എനിക്കുണ്ട് 100 വയസ്സ് പ്രായമുള്ളൊരു അമ്മ. ഈ വന്ന കാലത്ത് എൻ്റെ അമ്മയെ തന്നെ അവിടെ ഇട്ട് ഞങ്ങളൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് വൈകിട്ട് വരുമ്പം ഞങ്ങൾ വേറൊരു രീതിയിലാണ് കാണുന്നെങ്കിൽ ഞങ്ങളെന്തു വേണം? പിന്നെ കൊച്ചു വീടുകളല്ലേ? എല്ലാം കൊച്ചു വീട്. പിന്നെ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ നിന്ന് വീടൊക്കെ കിട്ടി പണിഞ്ഞ് പകുതിയാക്കിയൊക്കെ ഇട്ടേക്കുന്നു. അതുകൊണ്ട് എനിക്കൊരു കൊച്ചുമോളായത്. ഇന്നിപ്പോൾ പള്ളിക്കൂടം അടയ്ക്കാൻ പോവുക. അവർ റോഡിലോട്ട് ഇറങ്ങി വേണേൽ വിളി കേൾപ്പിച്ചോ ഞാനിരിക്കുന്നത്. നമ്മളറിയാൻ പറ്റത്തില്ല, പേടിയുണ്ട്. അല്ലാതെ മറ്റൊരു കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഇപ്പോൾ ഇതൊരു പൊടിക്കുഞ്ഞാണ്, 8-9 മാസമായതല്ല ഉള്ളു. അതിനെന്തോ അറിയാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. ഇവിടെ അങ്ങോട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അവിടോട്ടൊരു കൊച്ചു വഴിയുണ്ട്. ഇവരെടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ പോയി തിരക്കും, എവിടെ ചെന്ന് പിടിക്കും? അങ്ങനെ നടക്കുന്നില്ലയോ? എങ്ങാണ്ട് കോട്ടയത്തോ എങ്ങാണ്ട് ഒരു സ്ഥലത്ത് ഒരു കൊച്ചിനെ ചാക്കിനകത്തൊക്കെ വെച്ച് അതെല്ലാം നമ്മൾ കേട്ടോണ്ടിരിക്കുമല്ലയോ, ടി വിക്കകത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നില്ലയോ? എനിക്കിതൊക്കെ പേടിയുള്ള കൂട്ടത്തിലാണ്.